ഇന്ന് ബാംഗ്ലൂരിൽ വന്നിട്ട് എൻ്റെ ഒരാഴ്ച പൂർത്തിയാകുന്നു. കഴിഞ്ഞ ഒരാഴ്ച കേരളത്തിലും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബാംഗ്ലൂരിലെത്തിയപ്പോഴും എൻ്റെ മനസ്സിന് എന്തോ ഒന്ന് കുറഞ്ഞ മാതിരി. കേരളത്തിലുണ്ടായിരുന്ന ആ ഉന്മേഷം ഞാൻ ബാംഗ്ലൂരിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്കത് കാണാൻ പറ്റുന്നില്ല. കേരളത്തിൽ എൻ്റെ വീടിൻ്റെ മുമ്പിൽ തന്നെ ഞാൻ എൻ്റെ ജനൽ തുറക്കുമ്പോൾ പച്ചപ്പും പിന്നെ നമ്മുടെ പുഴയും. ഇവിടെയോ നമസ്കാരം ഗൈസ്. നിങ്ങൾ ആ ഇൻട്രോ കണ്ടിട്ടുണ്ടാവും. ഇൻട്രോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മളിപ്പോൾ ഇവിടെ ഈ കോൺക്രീറ്റ് ജംഗിൾ എന്ന് പറയില്ലേ, ഇതാണ് സംഭവിക്കുന്നത് നമ്മൾക്ക് സിറ്റി ലൈഫിൽ. ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് ക്രിയേറ്റീവ് ആവാൻ പോലും പറ്റണില്ല. ഈ സെയിം സാധനമാണ് ഞാൻ ദുബായിലും ഫേസ് ചെയ്തിരുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ വ്ളോഗിങ് തുടങ്ങിയിട്ട് മോർ ദാൻ 7 to 8 ഐ തിങ്ക് ഓൾമോസ്റ്റ് 10 years ആയെന്ന് തോന്നുന്നു. യെസ്, എൻ്റെ പഴയ ഏറ്റവും ആദ്യത്തെ വ്ളോഗ് നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാക്കാം. പക്ഷേ ആ സമയത്ത് ഞാൻ വളരെ പ്രൊഫഷണലും ഒന്നല്ലായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ കണ്ടിന്യൂസ്ലി ഇതെൻ്റെ ഒരു ജോബായിട്ട് മാറിയിരിക്കുന്നത്. ബാംഗ്ലൂരിൽ വന്ന് പിന്നെ ആ ഒരു ഇൻസ്പിറേഷൻ എനിക്ക് കിട്ടണില്ല. ജനലിൽ കൂടെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ മതിലും പിന്നെ കോൺക്രീറ്റും ബിൽഡിങ്ങും ഇതൊക്കെ ഉള്ളൂ. പുറത്ത് പോയി കഴിഞ്ഞാൽ ട്രാഫിക്കും മറ്റൊന്നും മറിച്ചതും. സെയിം തന്നെയാണ് ഡൽഹിയിലും ഫീൽ ചെയ്യാറ് നമ്മൾ. എന്നാൽ ഞാൻ 7 ദിവസം നാട്ടിലുണ്ടായിരുന്നു കേരളത്തിൽ. ആ 7 ദിവസം my mind was opened up. I had so many things to create. I wanted to create so many things. ഇങ്ങനെ ഒഴുകായിരുന്നു കണ്ടൻറ്റ്സ് ഉണ്ടല്ലോ, ഓരോ കണ്ടൻറ്റ്സ് ഇങ്ങനെ ഒഴുകായിരുന്നു എനിക്ക്. I wanted to go here, I wanted to go there, you know. I felt like freedom. I felt like openness. ഇത് കണ്ടില്ലേ? What do you think you can do looking outside of this window? ഒരു വാള് മാത്രം കാണാം, പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു ബിൽഡിങ് കാണാം. നിങ്ങളെങ്ങനെയാണ് ക്രിയേറ്റീവ് ആവുക? യു ടെൽ മീ. ഐ ആം സ്റ്റക്ക്. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു, where to go, what to explore. Yes, you can tell me go to this place, go to that place, അങ്ങനെ പലതും. പക്ഷേ what I am looking to, do with my creativity, what I am looking to pass a message through my vlogs, I just don't want to be negative. ഞാനിപ്പോൾ കഴിഞ്ഞ പല വ്ളോഗ്സിലും ഇങ്ങനെ വ്ളോഗ് ചെയ്യുമ്പോൾ പലർക്കും അത് തോന്നിയിട്ടുണ്ട്, നിങ്ങൾ നെഗറ്റീവ് ആവില്ല, നിങ്ങൾ പോസിറ്റീവ് ആവാൻ നോക്ക്. ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ഐ എം എ വെരി പോസിറ്റീവ് ഗായ്. എന്നുവെച്ചാൽ ഇത്രയും കൊല്ലങ്ങൾക്കുള്ള ഇത് കഴിഞ്ഞിട്ടും ഐ ആം സ്റ്റിൽ സ്റ്റേയിങ് പോസിറ്റീവ്. ഐ ഹാവ് നോട്ട് ഗിവൺ അപ്പ് ഇൻ മൈ ലൈഫ്. സോ യു ക്യാൻ സീ ദാറ്റ് ഹൗ പോസിറ്റീവ് ഐ ആം വിത്ത് 0 penny ഇൻ മൈ പോക്കറ്റ്. എന്നുവെച്ചാൽ 0 penny ഇൻ മൈ പോക്കറ്റ്. ഐ എം സ്റ്റിൽ സ്ട്രഗ്ലിംഗ് ടു മേക്ക് അപ്പ് എ ലിവിങ് ദാറ്റ് വിൽ അപ്പീസ് മീ. പിന്നെ അതനുസരിച്ചിട്ട് എൻ്റെ ആ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് ബൈ നോട്ട് വർക്കിംഗ് വിത്ത് അതേഴ്സ്, to have a healthy life, plus be with the family, plus at the same time do my content, and at the same time think about the nation. അങ്ങനെ പല കാര്യങ്ങളും നമ്മളുടെ ഇതിലുണ്ട്. but at the same time you have to relax while you're doing all these things. and അതുമാതിരി തന്നെ നമ്മൾ we cannot just punish ourselves like this. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതൊരു പണിഷ്മെൻ്റാണ് നമ്മൾക്ക് എല്ലാവർക്കും, ഞാൻ മാത്രമല്ല നിങ്ങൾക്കും. ബിക്കോസ് നമ്മളൊരു ഈ കോൺക്രീറ്റ് ജംഗിളിൽ താമസിക്കുമ്പോൾ ഓൺലി തിങ് ഓർ ഓൺലി ടൈം വി ഗെറ്റ് ഈസ് ദാറ്റ് വെൻ വി ആർ ഹാവിങ് ഹോളിഡേയ്സ് ഓർ അല്ലെങ്കിൽ വീക്കെൻഡ്, അങ്ങനത്തെ ഒരു സമയം. വൈ കാൺട്ട് വി ഹാവ് ദ ടൈം വാട്ട് വി വാണ്ട്, വാട്ട് ഐ ഡിസൈഡ്, വാട്ട് വി ഡിസൈഡ് ആൻഡ് ഡു ഇറ്റ് അറ്റ് ദാറ്റ് സ്പോണ്ടേനിയസ് മൂമെൻറ്റ്? That is what I am coming up to. All these 30 years, or now it's going to be 31 years, I couldn't take any decision to myself saying that, okay, I need to quit.
I need to go back, you know. That's the reason, because that I just kept on getting stuck where I was. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഒരു പൂഴിമണ്ണില്ലേ, ആ പൂഴിമണ്ണിൻ്റെ മാതിരിയാണ് നമ്മളുടെ ഈ ഇന്നത്തെ ലൈഫ് സ്റ്റൈല്. യു ജസ്റ്റ് ഗെറ്റ് ഡ്രാഗ്ഡ് ആൻഡ് ഡ്രാഗ്ഡ് ആൻഡ് ഡ്രാഗ്ഡ് ആൻഡ് ഡ്രാഗ്ഡ് ഇൻ ടു ഇറ്റ്. നമ്മൾ നാളെ പോവും, മറ്റന്നാൾ പോവും, അല്ലെങ്കിൽ അടുത്ത കൊല്ലം നമ്മൾക്ക് പോകണം, തിരിച്ച് നാട്ടിൽ പോകണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ ആ ഒരു കൊല്ലവും അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ഒരിക്കലും വരില്ല. കാരണം എന്താണ്? യു ആർ ജസ്റ്റ് ബീങ് ഡ്രാഗ്ഡ് ഇൻ ടു ദാറ്റ് ലൈഫ് സ്റ്റൈൽ. യു ഹാവ് ബീൻ ജസ്റ്റ് ഡ്രാഗ്ഡ് ഇൻ ടു ദാറ്റ്, എന്താണ് പറയുക, ട്രാപ്പ്. സോ that was my mistake. I believe 100% that was my mistake. I should have just left everything, not to keep trying again and again. എനിക്ക് അപ്പം തന്നെ അവിടെ നിന്ന് വിട്ടിട്ട് വരണമായിരുന്നു. I could have saved so much of my years of my life. പക്ഷേ we cannot complain, as I told you. നമ്മളുടെ ഡിസിഷനാണ് നമ്മളെ ആക്കുന്നത്. So I don't have any complaints. പോയത് പോയി. We cannot talk about the past and just, you know, grind over it again and again. പക്ഷെ നമ്മൾ ഈ ബാംഗ്ലൂരിൽ വന്ന ഡിസിഷൻ ഉണ്ടായിരുന്നല്ലോ. ഐ തോട്ട് ദാറ്റ് ഓക്കെ, ഐ എം കമ്മിങ് ടു ബി വിത്ത് മൈ വൈഫ് ആൻഡ് മൈ സൺ വിൽ ബി ദിയർ ആൻഡ് ഐ വിൽ ബി വിത്ത് ദം ഓൾസോ, വിൽ ബി ടുഗെദർ. ബട്ട് വാട്ട് ഹാപ്പൻഡ് ഈസ് ജസ്റ്റ് ദി ഓപ്പോസിറ്റ്. യു ഗെറ്റ് മീ? ഷി വാസ് വിത്ത് us just for one off day, and that off day also she had lot of other things which was going around. അവളുടെ ഓഫീസിൽ നിന്നും കോൾ വരാം, ഇത് വരാം, അത് വരാം. പിന്നെ അവളുടെ കൊളീഗ്സും സെയിം ബിൽഡിങ്ങിൽ താമസിക്കുന്നത്. അപ്പോൾ അവർ വരാം, പിന്നെ ഇത് ചെയ്യുക, അത് ചെയ്യുക. അവർ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരുന്നു ഡിന്നറിന്. പക്ഷേ ദാറ്റ് വാസ് നോട്ട് എ ഫാമിലി ടൈം അല്ലേ? അങ്ങനെ പലതും നമ്മൾ നോക്കുമ്പോൾ ഷീ ഹാർഡ്ലി ഹാഡ് ടൈം ടു സ്പെൻഡ് വിത്ത് us. രാവിലെ പോകും 8 മണിക്ക്, വൈകുന്നേരം 6, ചിലപ്പോൾ 7, ചിലപ്പോൾ 8 മണിയാകുമ്പോഴത്തേക്കും തിരിച്ചു വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിഞ്ഞാൽ ഷീ ഈസ് സോ ടയർഡ് ദാറ്റ് ഷീ ജസ്റ്റ് ഗോ ടു സ്ലീപ്പ്. ആൻഡ് ഈവൻ മൈ സൺ റൈറ്റ് നൗ ഹീ സിറ്റിംഗ് ദെയർ വിത്ത് ഹിസ് ഐപാഡ്. അന്ന് കേരളത്തിൽ അങ്ങനെയല്ലായിരുന്നു. കേരളത്തിൽ വി ഹാഡ് സം ടൈം, ഈവൻ ദോ ഹി വാസ് സിറ്റിംഗ് ഓൺ ഐപാഡ്, വി ഹാഡ് സം ടൈം അറ്റ്ലീസ്റ്റ് ദാറ്റ് ഹി വാസ് എൻകറേജ് ടു കം ഔട്ട്. നമ്മൾ വഞ്ചിയിൽ പോയി, നമ്മൾ ഫാം ഹൗസിൽ പോയി, പിന്നെ അത് കഴിഞ്ഞിട്ട് യുനോ ഹി പ്ലേഡ് വിത്ത് ഹിസ് കസിൻസ്. അങ്ങനെ പല എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോണ്ടിങ്ങില്ല, ആ ബോണ്ടിങ്ങിൻ്റെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആൻഡ് യു നോ വൈ അതുണ്ടാവാൻ കാരണം എന്താണ്? ബിക്കോസ് ഇൻ കേരള the lifestyle is a bit laid back, and I think people value people. ഇവിടെ അതല്ല. Here people value time. Anyways, ഞാൻ നിങ്ങളെ ഇതൊക്കെ പറഞ്ഞ് ബോറടിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല ഞാൻ ഈ വലിയ വലിയ വാചകങ്ങളും അടിക്കുന്നത്, അല്ലെങ്കിൽ യുനോ നോൺസെൻസ് തിങ്സ്. ചിലവർക്ക് അത് നോൺസെൻസ് ആയിട്ട് തോന്നിയിരിക്കാം. ബട്ട് യെസ്, ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ടു അണ്ടർസ്റ്റാൻഡ് for people like us, even the youngsters. I think the youngsters also should understand that it's very important to be aware about what you are getting into. അത്രേ ഉള്ളൂ. നമ്മൾ എന്തിലേക്കാ കടന്ന് ചേരുന്നത് അതൊന്നും മനസ്സിലാക്കണം. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. എനിവേസ്, ഇപ്പം എനിക്കൊന്ന് മേ ബി I have not taken shower yet. അപ്പോൾ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. അതുകൊണ്ട് ചിലപ്പോൾ ഫ്രഷ് ആയിട്ട് കുറച്ച് നമുക്ക് ഐഡിയാസൊക്കെ കിട്ടുന്ന വെച്ചാൽ ലെറ്റ് സി ഇഫ് ഇറ്റ് വർക്ക്സ്. അത് വർക്ക് ചെയ്തില്ലെങ്കിൽ ദാറ്റ് മീൻസ് ഐ ആം റൈറ്റ്. ഈ വോളും നോക്കിയിട്ട് നമുക്കിങ്ങനെ ഇരിക്കാം, എന്നിട്ട് കുറച്ച് ഐഡിയാസ് പുഴുങ്ങി തിന്നാം. I'll be back. ഞാനിപ്പോൾ കുളിച്ചിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ കണ്ടില്ലേ സിറ്റുവേഷൻ? ഇതിനെയാണ് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കണത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുമെന്ന്. ഞാൻ പുറത്തിറങ്ങിയില്ല, അപ്പോഴത്തേക്കും മഴക്കാർ. ഇതിപ്പോൾ ഈ വൈകുന്നേരം ആകുമ്പോൾ എല്ലാ ദിവസവും ഈ മഴക്കാർ ഇവിടെ. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞതിൽ വല്ല കാര്യം എന്ന് വെച്ചാൽ പ്ലീസ് കമൻറ്റ് ബോക്സിൽ കൂടെ പറയാം. ബാക്കി ഇന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് എന്തെങ്കിലും വ്ളോഗ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ബാംഗ്ലൂരിൽ വന്ന് പിന്നെ 2-3 ദിവസം ഓക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഒരു മ്ലാനത, എവിടെ പോകാനൊരു മൂഡ് വരില്ല. കാരണം ഈ ഒച്ചയും ബഹളവും പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ കോൺക്രീറ്റ് ജംഗിൾ, ഈ സെയിം സാധനം തന്നെ ഡൽഹിയിൽ എന്നാലും ഉണ്ടാവാൻ പോകുന്നു. പക്ഷേ ഡൽഹിയിൽ പിന്നെയും ഞാൻ അറിയുന്ന സ്ഥലമായതുകൊണ്ട് കുറച്ച് എനിക്ക് കറങ്ങാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, കാണുന്നുണ്ട്. പിന്നെ മോൻ്റെ സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സെയിം ഈ ലൈഫ് സ്റ്റൈലിൽ തന്നെ തുടങ്ങും നമ്മൾ. ഇനി ഇവിടെ വ്ളോഗ് ചെയ്തിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു. ചെറിയ മഴ പെയ്ത് തുടങ്ങി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മാത്രം ഗൈസ്. എനിക്ക് യാതൊരു മൂഡൊന്നുമില്ല.
ഇഫ് യു ലൈക്ക് ദ വ്ളോഗ് പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ്, ലൈക്കിംഗ് ആൻഡ് കമൻറ്റിംഗ് ഇറ്റ്. കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ബൈ.